വരാനിരിക്കുന്ന 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാനത്ത് ശക്തമായ രാഷ്ട്രീയ മുന്നേറ്റം ലക്ഷ്യമിട്ട് പുതിയതും സമഗ്രവുമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. കേരളത്തിലെ NDA പ്രവർത്തനങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നതിനായി കർണാടക, ഝാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള MLA-മാരെയും മുതിർന്ന നേതാക്കളെയും പ്രത്യേക ചുമതലകളോടെ നിയോഗിക്കാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. ലോക്സഭാ മണ്ഡലങ്ങൾ അടിസ്ഥാനമാക്കി ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും ഇവർ നേരിട്ടെത്തി സംഘടനാപരമായ അവസ്ഥ, വോട്ടർമാരുടെ മനോഭാവം, രാഷ്ട്രീയ സാഹചര്യം എന്നിവ വിലയിരുത്തി കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിക്കും. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കളുടെ വരവ് വർദ്ധിക്കുന്നതോടെ കേരളത്തിലെ പ്രാദേശിക BJP ഭാരവാഹികൾക്ക് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ആശയവിനിമയം നടത്താനുള്ള കഴിവ് അനിവാര്യമായി മാറിയിരിക്കുന്നു. ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നിയന്ത്രണത്തിൽ പരിചയസമ്പത്തുള്ള നേതാക്കളാണ് കേരളത്തിലെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. പ്രത്യേകിച്ച് പാർട്ടിക്ക് വിജയസാധ്യതയുള്ളതായി വിലയിരുത്തുന്ന A ക്ലാസ് മണ്ഡലങ്ങളിലെ വോട്ട് നിലയും രാഷ്ട്രീയ പ്രവണതകളും സൂക്ഷ്മമായി നിരീക്ഷിക്കാനാണ് ഇവരുടെ ദൗത്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA ഘടകകക്ഷികൾക്കിടയിൽ ഉണ്ടായ ഏകോപനക്കുറവ് പരിഹരിക്കുകയെന്നതും പുതിയ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യമാണ്. ഇതിനിടെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഔപചാരിക തുടക്കമിട്ടിരിക്കുകയാണ് BJP. തിരുവനന്തപുരം ജില്ലയിലെ നേമം മണ്ഡലത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. നമുക്ക് വേണം വികസിത നിയമം എന്ന സന്ദേശം ഒരു ചുവരിൽ സ്വന്തം കൈകളാൽ എഴുതിക്കൊണ്ടായിരുന്നു തുടക്കം. സ്ഥാനാർത്ഥിയുടെ പേര് പരാമർശിക്കാതെയാണ് സന്ദേശം എഴുതിയത് എന്നത് ശ്രദ്ധേയമായി. നിയമത്തിന്റെ മാറ്റത്തിന്റെ തുടക്കമാണിതെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. തനിക്ക് നിയമത്ത് നിന്ന് മത്സരിക്കാനുള്ള ആഗ്രഹമുണ്ടെന്നും അന്തിമ തീരുമാനം പാർട്ടിയുടെ ദേശീയ നേതൃത്വം കൈക്കൊള്ളട്ടെയെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടികയും പുറത്തു വന്നിട്ടുണ്ട്. ഏകദേശം 30 സീറ്റുകളിലാണ് നിലവിൽ പാർട്ടി വിജയസാധ്യത കണക്കാക്കുന്നത്. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് V മുരളീധരനും മത്സരിക്കുമെന്ന സൂചനകളുണ്ട്. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രനും പാലക്കാട്, കായംകുളം മണ്ഡലങ്ങളിൽ ശോഭാ സുരേന്ദ്രനും പരിഗണനയിലുണ്ട്. വട്ടിയൂർക്കാവിൽ R ശ്രീലേഖ, കൃഷ്ണകുമാർ എന്നിവരും മലമ്പുഴയിൽ C കൃഷ്ണകുമാറും മത്സരരംഗത്തുണ്ടായേക്കും. പാലായിൽ ഷോൺ ജോർജും തിരുവല്ലയിൽ അനൂപ് ആന്റണിയും BJP സ്ഥാനാർത്ഥികളായി ഉയർന്നു കേൾക്കുന്ന പേരുകളാണ്. 2026 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സംസ്ഥാനത്തെ ക്രൈസ്തവ വോട്ടർമാരെ ലക്ഷ്യമിട്ട് BJP കൂടുതൽ സൂക്ഷ്മവും നേരിട്ടുള്ളതുമായ രാഷ്ട്രീയ സമീപനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ളത്. വലിയ പൊതുയോഗങ്ങളെക്കാൾ കൂടുതൽ ജനങ്ങളുമായി നേരിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതാണ് പുതിയ തന്ത്രത്തിന്റെ കേന്ദ്രബിന്ദു. ഇതിന്റെ ഭാഗമായി ഗോവ, നാഗാലാൻഡ്, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 18 ക്രൈസ്തവ MLA-മാരെ കേരളത്തിലെ 37 നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രചരണത്തിനായി നിയോഗിക്കാനുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഇവർ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ജില്ലകളിൽ വീട് തോറും സന്ദർശിച്ച് പ്രചരണം നടത്തുമെന്നാണ് വിലയിരുത്തൽ. BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ സമൂഹം സുരക്ഷിതരാണെന്നും അവർക്ക് രാഷ്ട്രീയ പ്രാതിനിധ്യം ഉറപ്പാക്കിയിട്ടുണ്ടെന്നുമുള്ള സന്ദേശം നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2021-ലും 2024-ലും ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി നടത്തിയ കൂടിക്കാഴ്ചകളുടെ ദൃശ്യങ്ങൾ പ്രചരണത്തിൽ മുഖ്യ ആയുധമാക്കാനാണ് നീക്കം. സഭയുമായുള്ള ബന്ധത്തിന്റെ പ്രതീകമായി ഈ കൂടിക്കാഴ്ചകൾ വോട്ടർമാർക്ക് മുന്നിൽ അവതരിപ്പിക്കും. പരമ്പരാഗതമായി UDF-നൊപ്പം നിലനിന്നിരുന്ന സീറോ മലബാർ സഭ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിൽ BJPക്ക് വർദ്ധിച്ച സ്വീകാര്യത ലഭിക്കുന്നുവെന്ന വിലയിരുത്തൽ പാർട്ടിക്ക് ആത്മവിശ്വാസം നൽകുന്നു. 2019-ൽ ഏകദേശം 2% ക്രൈസ്തവ പിന്തുണ 2024-ഓടെ 10% ഉയർന്നുവെന്നാണ് പാർട്ടി കണക്കാക്കുന്നത്. കോട്ടയം, എറണാകുളം ഉൾപ്പെടെയുള്ള മധ്യ തിരുവിതാംകൂർ മേഖലകളിൽ ശക്തമായ മുന്നേറ്റം സാധിച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.